ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സ്റ്റെപ്പ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള നല്ല മണവും രുചിയും ഒക്കെ ഉള്ള ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കേണ്ടത് അരിയുടെ സെലക്ഷനാണ്. വാങ്ങുന്ന റൈസ് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല സ്മെല്ലുള്ളതും ആയിരിക്കണം. അതിനുശേഷം നമ്മളിത് എടുക്കാൻ നേരത്ത് ഇത് ഞാൻ കുതിർത്തി വയ്ക്കുന്നൊന്നുമില്ല. 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് വെച്ചിട്ട് നമുക്ക് 6 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. 6 പ്ലേറ്റ് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ, വലിയ കപ്പ്, അതിൽ 2.5 കപ്പ് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുക. എന്നിട്ട് നല്ല പോലെ കഴുകുക. അതിൻ്റെ ഒരു കഞ്ഞിവെള്ളം പോലെ വരുന്നൊരു കളറിൽ മാറി നല്ല വൈറ്റ് കളറിൽ ആവുന്ന വരെ ഇങ്ങനെ കഴുകിയിട്ട് നമ്മളൊരു അരിപ്പ പാത്രത്തിൽ ഇത് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി വച്ചേക്കുവാണ്. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് സ്ട്രെയിൻ ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് വേണ്ട വറുത്ത് ചേർക്കേണ്ട സാധനങ്ങൾ, അതായത് റെസിൻസ്, അതുപോലെ കാഷ്യൂസ്, ഓണിയൻ, അത്രയും നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാൻ പോവാണ്. ഇത് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എണ്ണയ്ക്ക് നല്ല മണവും രുചിയും ഒക്കെ ആയിരിക്കും. ആ ഒരു എണ്ണ നമ്മൾ ഈ ഒരു നെയ്ച്ചോറിന് വേണ്ടിയിട്ടും അതുപോലെ ഉണ്ടാക്കുന്ന കറിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അത് മാത്രമല്ല, ഈ എണ്ണ വേസ്റ്റായി പോവുകയില്ല. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി, പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ സ്മെല്ലുള്ള നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കിസ്മിസ് തന്നെ നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനധികം ചൂടിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാനത് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കിസ്മിസ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് കളറിലേക്കൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കോരി മാറ്റാം. നല്ല ഓറഞ്ച് കളറിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇപ്പോൾ കറക്റ്റ് ബോളാവുന്ന സമയത്ത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓറഞ്ച് കളറിൽ തന്നെ ഇരിക്കും. പിന്നെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത് കരിഞ്ഞു പോകും, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബോളാവുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ എന്തായാലും ഇത് കോരിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള റെസിൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ, എണ്ണയിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ റോസ്റ്റ് ആയതിന് ശേഷം എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തന്നെ അത് കോരി മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂസ് ആണ്. ഒരു പിടി കാഷ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസ് എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതും ഒന്ന് ചൂടായി വരട്ടെ. ഇത് ഞാൻ ബ്ലാക്ക് കളറിലൊന്നും ആക്കുന്നില്ല. ഇതും ഞാനൊരു ഓറഞ്ച് ഷെയ്ഡ് ആകുമ്പോൾ തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓളായിട്ടുള്ള കാഷ്യൂ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് 2 ഇങ്ങനെ പകുത്ത് ഹാഫ് ആക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് തന്നെ നമുക്കിത് കോരി മാറ്റാനായിട്ട് പറ്റും. കൂടുതലിരുന്നാലും ഇതും ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറിലേക്ക് വരും. ഇപ്പോൾ തന്നെ ഞാനിത് കോരി മാറ്റുവാണ്. ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കളറ് വരും, കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് വറുത്തോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എടുത്ത് കഴിയുമ്പോഴേക്കും അതൊരു ബ്ലാക്ക് കളറിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് വിടിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ, നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് അധികം എണ്ണയിൽ ചെയ്യുന്നത് കൊണ്ടിട്ട് ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു
സവാളയെല്ലാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ഗീ റൈസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ ഫ്രൈ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അധികം എണ്ണ ഒഴിക്കില്ല, കാരണം അത് വേസ്റ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒത്തിരി നേരം കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം. ബ്ലാക്ക് കളർ ഇത് ഓട്ടോമാറ്റിക്കലി തണുത്ത് കഴിയുമ്പോൾ ആയിക്കോളും. അപ്പോൾ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് കുറച്ചൊരു ഡാർക്ക് കളർ തോന്നുന്നത് അത് ഇറാനി ഓനിയനാണ്, സവാളയാണ്. അതുകൊണ്ടിട്ടാണ് നല്ലൊരു വയലറ്റ് കളറിലാണ് അതിൻ്റെ പുറംഭാഗം ഇരിക്കുന്നത്. അതുകൊണ്ടിട്ട് തോന്നുന്നത് മാത്രമാണ്. അപ്പോൾ അതും ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ എണ്ണ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഒഴിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നത് നല്ല മണവും രുചിയുമുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കുന്ന ചെമ്പ് വെച്ച് കൊടുക്കാം. അതിലെ വെള്ളമയമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ എടുത്തു വെച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ ഗീ നമ്മൾ ചേർത്തിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നത് ഗീ റൈസ് ആയതുകൊണ്ടിട്ട് കുറച്ച് നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നല്ലൊരു മണമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് പെരുംജീരകം, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ ഏലക്ക, അതായത് ഒരു 6-7 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന കറുകപ്പട്ടയാണെങ്കിൽ ഒരു ചെറിയ പീസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ല കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ മരത്തിൽ നിന്ന് കിട്ടുന്ന കറുകപ്പട്ടയല്ല കേട്ടോ. അത് ശ്രീലങ്കൻ കറുകപ്പട്ടയാണ്. അതിൻ്റെ തൊലി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ 2 ബേ ലീവ്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചൂടായി ഓവർ ഹീറ്റ് ആവുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂപ്പിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഡാർക്ക് കളറിലേക്ക് വരാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് നല്ല മണം വന്നാൽ മാത്രം മതി. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ അരി നന്നായിട്ട് സ്ട്രെയിനായി വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുതിർക്കാനൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് കഴുകി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യാം. അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അരി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന ഗീ റൈസ് എന്തായാലും ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ എണ്ണയിൽ കിടന്നിട്ടാണ് അരി ഒന്ന് മൂത്ത് വരുന്നത്. എപ്പോൾ വരെ ഇതിങ്ങനെ ഫ്രൈ ചെയ്യണം എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങും. അതുപോലെ തന്നെ അരിയുടെ നല്ലൊരു സ്മെല്ല് പുറത്തേക്ക് വരും. അങ്ങനെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്, കറക്റ്റായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒത്തിരി കരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ഒരു സ്മെല്ല് വരുന്നവരെ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം എപ്പോഴും നല്ല തിളച്ച ചൂടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗീ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെള്ളം ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2.5 ഗ്ലാസ് അരിക്ക് ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. ചിലർ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിൽ എടുക്കും. ഞാൻ എടുക്കുന്നത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ്. അപ്പോൾ 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 5 ഗ്ലാസ് വെള്ളം എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി വയ്ക്കും. കാരണം അത് തിളയ്ക്കുമ്പോൾ ഇവാപ്പറേറ്റ് ആയിട്ട് പോവും. പിന്നെ നമ്മൾ ഈ കറക്റ്റ് ടൈം ആകുമ്പോഴല്ലേ ഇതിലേക്ക് ഒഴിക്കുകയുള്ളൂ. അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം നഷ്ടപ്പെടുത്തുകൊണ്ടിട്ട് എക്സ്ട്രാ വയ്ക്കും. എന്നിട്ട് ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കണക്കിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ സോൾട്ട് കറക്റ്റാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ
ഓരോ 2 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം 3ാമത്തെ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പെല്ലാം ഓക്കെ ആണോ എന്ന്. അതിനുശേഷം ഞാൻ ഒരു അടപ്പ് വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് വിനെഗർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലെമൺ ജ്യൂസും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും ഈ അരി എന്തായാലും ഒട്ടിപ്പിടിക്കാൻ പോകുന്നില്ല, കാരണം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തോണ്ട്. നന്നായിട്ടൊന്ന് തിള വന്നപ്പോൾ ഞാൻ ഇതുപോലെ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ്. കറക്റ്റായിട്ട് തന്നെ ക്ലോക്ക് നോക്കിക്കോളുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. നമ്മുടെ റൈസ് അടിയിലൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും, എന്നാൽ പരസ്പരം ഇങ്ങനെ ഒട്ടിക്കുഴഞ്ഞ് ഇരിക്കുകയില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ കണ്ടോ, ഞാനൊരു അരി എടുത്ത് കാണിക്കുന്നുണ്ട്. വെന്തിട്ടുണ്ട്, എന്നാൽ ഒത്തിരി ഇങ്ങനെ കുഴഞ്ഞ രീതിയിലും അല്ല, കഴിക്കാൻ പറ്റുന്ന കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പ്രോസസ്സ് ഇവിടെ തീരുന്നില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റെസിൻസും കാഷ്യൂസും ഒക്കെ ഇട്ട് കൊടുക്കണം. അതുകൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് എത്ര ചേർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ. ഈ നെയ്യ് ചേർത്താൽ മാത്രമാണ് നമ്മുടെ ചെമ്പ് പൊട്ടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി സ്മെല്ല് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. എന്തായാലും ഗീ റൈസ് അല്ലേ, അപ്പോൾ നല്ലൊരു ഗീയുടെ മണം വേണമല്ലോ. നമ്മുടെ സവോളയൊക്കെ ഇപ്പോൾ നല്ല ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, തണുത്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. നല്ല ടേസ്റ്റിയുമായിരിക്കും. നമ്മൾ പതുക്കെ സ്ലോ മോഷനിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പെട്ടെന്നൊക്കെ ഫ്രൈ ചെയ്ത് ബ്ലാക്ക് കളറിലാക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ കാഷ്യൂസ് ആണെങ്കിലും റെസിൻസ് ഒക്കെ ആണെങ്കിലും കറക്റ്റ് പെർഫെക്റ്റ് കളറിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒരു തരി നമ്മുടെ ഗരം മസാല കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അടപ്പ് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഈ ചെമ്പ് പൊട്ടിച്ച് നോക്കുമ്പോൾ അടിപൊളി മണത്തിൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഗീ റൈസ് വന്നിട്ടുണ്ടാവും. നല്ല സ്മെല്ലാണിത് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കരുത്. റൈസിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടി അപ്പോൾ മാറിയിട്ടുണ്ടാവും, നെയ്യൊക്കെ ചേർത്തിട്ടുള്ള കൊണ്ടിട്ട്. എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ മുകൾ ഭാഗത്ത് മാത്രമല്ലേ ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതും ഗീ ഒഴിച്ചതും ഒക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ബിരിയാണിയും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് ദം ചെയ്താൽ മാത്രം മതി. ഞാൻ യൂഷ്വലി ചെയ്യുന്ന റെസിപ്പി ഇത് തന്നെയാണ്. അപ്പം ഈ ഒരു റെസിപ്പി കിട്ടിയ പിന്നെ ഇത് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ കുക്കിംഗ് ഇഷ്ടമുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബ്യൂട്ടി ടിപ്സൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.